കേരള ബീഹാർ ഗവർണർമാർക്ക് മാറ്റം. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുതിയ കേരള ഗവർണർ. ഗോവയിൽ നിന്നുള്ള BJP നേതാവും നിലവിൽ ബീഹാർ ഗവർണറുമാണ് അദ്ദേഹം. RSSലൂടെയാണ് അർലേക്കർ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. അതേസമയം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിന്റെ പുതിയ ഗവർണറായി നിയമിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്ത നാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, അല്പസമയം മുൻപാണ് പുതിയ ഗവർണർമാരുടെ പട്ടിക രാഷ്ട്രപതി ഭവൻ പുറത്തുവിട്ടത്. അതിൽ വളരെ ശ്രദ്ധേയമാകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള ഗവർണർക്ക് വന്നിരിക്കുന്ന മാറ്റമാണ്. നിലവിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി കേരളത്തിന്റെ ഗവർണർ സ്ഥാനം അലങ്കരിക്കുകയായിരുന്നു. 2019 സെപ്റ്റംബർ മാസം 6-നാണ് അദ്ദേഹം കേരളത്തിന്റെ ഗവർണറായി എത്തുന്നത്. ഇന്നേക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏതാണ്ട് 5 വർഷവും 104 ദിവസവും ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറായി സേവനമനുഷ്ഠിക്കുന്നു. പുതിയ ഗവർണറുടെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഗോവയിൽ നിന്നുള്ള മുൻ BJP നേതാവും ഇപ്പോൾ ബീഹാറിന്റെ ഗവർണറുമായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. വളരെ സീനിയർ നേതാവാണ്, വലിയ അനുഭവ സമ്പത്തുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് കേരളത്തിന്റെ 23ാമത്തെ ഗവർണറായി തലസ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത്. നിലവിൽ അദ്ദേഹം ബീഹാർ പോലെ ഒരു വിശാല സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി അലങ്കരിച്ചു. അതിന് തൊട്ട് മുൻപ് അദ്ദേഹം ഹിമാചൽ പ്രദേശിന്റെ ഗവർണറായിരുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത് RSSന്റെ സ്വയം സേവകയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം RSS ശാഖകളിൽ, ബാലശാഖകളിൽ വളരെ സജീവമായിരുന്നു. അതിനുശേഷം പിന്നീട് 1989 കാലഘട്ടത്തിലാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച് അദ്ദേഹം BJPയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഫേസായി ഗോവയിൽ മാറുന്നുണ്ട്. അടുത്ത കാലത്ത് ലക്ഷ്മികാന്ത് പർസേക്കർ സർക്കാർ BJP അധികാരത്തിലിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായി, ക്യാബിനറ്റ് വകുപ്പുള്ള മന്ത്രിയായിരുന്നു ലക്ഷ്മികാന്ത് പർസേക്കർ മന്ത്രിസഭയിൽ. ഒപ്പം ഗോവയിൽ പലതവണ MLA ആയി. അതോടൊപ്പം അദ്ദേഹം ഗോവ നിയമസഭയുടെ സ്പീക്കറായി സേവനമനുഷ്ഠിച്ചു. അങ്ങനെ പൊതുപ്രവർത്തന രംഗത്തേക്ക് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ ഒരു സ്വയം സേവകമായി കടന്നു വന്ന് പിന്നീട് BJP രാഷ്ട്രീയത്തിൽ സജീവമായി. ഗോവ പോലെ ക്രൈസ്തവർക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ണിൽ BJPയുടെ സംഘടനാ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. തുടർന്നാണ് അദ്ദേഹം പിന്നീട് ഗവർണർ പദവികളിലേക്ക് പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഹിമാചൽ പ്രദേശിന്റെയും പിന്നീട് ബീഹാറിന്റെയും ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പ്രവർത്തിച്ചു. അതിനുശേഷമാണ് ഇനിയും വളരെ നിർണായകമായിട്ടുള്ള മറ്റൊരു സംസ്ഥാനം, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഗവർണറായി അദ്ദേഹം എത്താൻ പോകുന്നു. ഒപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം കേരളത്തിന്റെ ഇതുവരെയുള്ള ഗവർണർമാരുടെ പട്ടിക പരിശോധിക്കുമ്പോൾ വളരെ വ്യത്യസ്തനായി, പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ വളരെ നിറഞ്ഞു നിന്ന് ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരെ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ പടപൊരുതുന്ന ഒരു ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം പടിയിറങ്ങുകയാണ്. ഒരുപക്ഷെ കേരളം ഇത്രത്തോളം വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ള, അതായത് എല്ലാ വിഷയങ്ങളിലും വളരെ സക്രിയമായ അഭിപ്രായം പറയുകയും ഇടപെടൽ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഗവർണറാണ് ഇപ്പോഴത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹമാണ് ഇനിയും പുതിയ ബീഹാർ ഗവർണറായി പോകുക. അവിടുത്തെ ഗവർണർ കേരളത്തിലേക്കും എത്തും. വിഷ്ണു. യെസ് ഗൗതം, തുടരുക. പുതിയ കേരള ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ട രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ കൂടുതൽ വിവരങ്ങളുമായി ജനം TV ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള കൂടി ചേർന്നുണ്ട്. പ്രദീപ്, ഒരുപക്ഷെ BJP രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വളരെയധികം നേതൃപാഠവും ഒരു വ്യക്തിത്വം തന്നെയല്ലേ പുതിയ ഗവർണറായി ചുമതലയേൽക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ? തീർച്ചയായിട്ടും വിഷ്ണു, രാജേന്ദ്ര അർലേക്കർ നിലവിൽ ബീഹാർ ഗവർണറാണ്. അതിലും അധികം അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത് ഗോവ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന നേതാവ് എന്നുള്ള നിലയിലാണ്. മനോഹർ പരീക്കർ ഗോവയെ BJPയെ വിജയത്തിലേക്ക്, BJP അവിടെ ചുവടുറപ്പിക്കുന്നതിലേക്കൊക്കെ നയിച്ച മനോഹർ പരീക്കർ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പോയപ്പോൾ പകരക്കാരനായി ഒരുപക്ഷെ പലരും പ്രതീക്ഷിച്ചിരുന്നത് രാജേന്ദ്ര അർലേക്കറെയാണ്. രാജേന്ദ്ര അർലേക്കർ മുഖ്യമന്ത്രിയാകും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത്തവണ മുഖ്യമന്ത്രി ആയത് ലക്ഷ്മികാന്ത് പർസേക്കർ ആണെന്ന്. തുടർന്ന് രാജേന്ദ്ര അർലേക്കറെ ഗോവ അസംബ്ലിയുടെ സ്പീക്കറായി തെരഞ്ഞെടുത്തു. 5 വർഷം അദ്ദേഹം സ്പീക്കറായി തുടർന്ന ശേഷം അവിടെ നിന്ന് വീണ്ടും മന്ത്രിസഭയിലേക്ക് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒരു മന്ത്രി രാജിവെച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ പരിസ്ഥിതി അടക്കമുള്ള വകുപ്പുകളുടെ മന്ത്രിയായി ഗോവ മന്ത്രിസഭയിലേക്ക് തെരഞ്ഞെടുത്തു. എന്ന് മാത്രമല്ല, ഈ രാജേന്ദ്ര അർലേക്കറുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ അദ്ദേഹം പൊതുപ്രവർത്തനം തുടങ്ങിയാണ്. ബാല്യകാലത്ത് തന്നെ, ബാലനായി തന്നെ ശാഖകളിൽ പോയി തുടങ്ങി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ സംഘപ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം 1989 ആണ് ഔദ്യോഗിക ചുമതലകളിലേക്ക് വരുന്നത്. വിവിധ ചുമതല 80 പാർട്ടിയിൽ ചേർന്ന അദ്ദേഹം 70 വയസ്സുള്ള രാജേന്ദ്ര അർലേക്കർ 89 വിവിധ തസ്തികകൾ ലഭിച്ചു. BJPയുടെ ഗോവ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു.
ഗോവ പ്രദേശിന്റെ ചെയർമാനായിരുന്നു, ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു, വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്നു. അതുപോലെ തന്നെ 2014 അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്ന് കേട്ടത്. 2015 അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തി എന്ന് മാത്രമല്ല, ഗോവ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ പേപ്പർലെസ് ആക്കി എന്നുള്ളൊരു ഖ്യാതി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്കുണ്ട്. രാജേന്ദ്ര ആർലേക്കർ സ്പീക്കറായിരുന്ന കാലത്താണ് പേപ്പർ രഹിത, കടലാസ് രഹിത അസംബ്ലിയായി ഗോവ അസംബ്ലി മാറുന്നത്. ഭാരതത്തിലെ ആദ്യത്തെ അസംബ്ലി എന്നുള്ളൊരു ഖ്യാതിയും അന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് 2021 ജൂലൈ 6 അദ്ദേഹം ഹിമാചൽ പ്രദേശ് ഗവർണറായി ചുമതലയേൽക്കുന്നത്, ബന്ദാരു ദത്താത്രേയെ ഹരിയാനയിലേക്ക് മാറ്റിയ വേളയിൽ. അപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഗോവ സ്വദേശിയാണ്. RSSലൂടെ പൊതുപ്രവർത്തനം തുടങ്ങിയ ആളാണ്. അവിടെ നിന്ന് BJPയിൽ എത്തുകയും വിവിധ സ്ഥാനങ്ങൾ വഹിക്കുകയും സ്പീക്കറും മന്ത്രിയുമായി സേവനം അനുഷ്ഠിച്ച ശേഷം ബീഹാറിലേക്ക് ഗവർണറായി പോയ ശേഷമാണ്. അപ്പൊ ഒരു പക്ഷേ മറ്റൊരു പ്രത്യേകത അതല്ലെങ്കിൽ നമുക്ക് കൗതുകമാകുന്ന സംഗതി, കേരളത്തെക്കുറിച്ചും കേരളത്തിന്റെ രീതികളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ അടുത്തറിവുള്ള വ്യക്തി കൂടി ആണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വിഷ്ണു. യെസ്, വളരെയധികം നന്ദി പ്രദീപുള്ള വിവരങ്ങൾ നൽകിയതിന്. ഒരിക്കൽ കൂടി ഗൗതം ചേർന്നുണ്ട്. ഗൗതത്തിലേക്ക് പോകും മുമ്പ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ കൂടി ചേരുന്നുണ്ട്. പ്രജിത്ത്, നിലവിൽ പുതിയ ഗവർണറുടെ മാറ്റം അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിലവിൽ കേരള രാജ്ഭവനിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? നിലവിലെ ഗവർണറുടെ പ്രതികരണം നമുക്ക് ഉടൻ ലഭ്യമാകുമെന്ന് കരുതുന്നുണ്ടോ? അല്പം മുൻപും നമ്മൾ ഗവർണറുമായി അല്ലെങ്കിൽ രാജ്ഭവനുമായി ബന്ധപ്പെട്ടിരുന്നു. രാജ്ഭവൻ അറിയിക്കുന്നത് അല്ലെങ്കിൽ രാജ്ഭവനിൽ വിവരം ലഭിച്ചതിന് ശേഷം ഗവർണർ ഡൽഹിയിലാണ് എന്നുള്ളതാണ്. ഡൽഹിയിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമാകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മാറ്റം അടുത്ത വലിയ രീതിയിൽ പ്രതീക്ഷിച്ചത് തന്നെ എന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയായ ശേഷം ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. പക്ഷെ അത് എന്ന് എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ആ തീരുമാനം എന്നുണ്ടാകും എന്നുള്ള കാര്യത്തിലായിരുന്നു ഒരു വ്യക്തതയില്ലായിരുന്നത്. രാജ്ഭവൻ അറിയിക്കുന്നതനുസരിച്ച് ഗവർണർ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണവും ഡൽഹിയിൽ നിന്ന് ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വലിയ പോരിനൊടുവിലാണ് സർക്കാരുമായി നിന്നിട്ടുള്ള നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങൾ 6 വർഷമായി അദ്ദേഹം സർക്കാരുമായി ഓരോ വിഷയങ്ങളിലും വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന്റെ ഓരോ പോരായ്മകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രാജ്യവിരുദ്ധമായ വിഷയങ്ങളടക്കം കേരളത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും അദ്ദേഹം വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്, ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, സർക്കാരിന്റെ വീഴ്ച വേണ്ടി പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികളിലെ രാഷ്ട്രീയ അതിപ്രസരത്തെ പറ്റി അതില്ലാതാക്കാനുള്ള നടപടിക്രമങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ സർക്കാർ പോരൊക്കെ വലിയ ചർച്ചകളായ വിഷയമാണ്. അതിന് പിന്നിൽ ഗവർണറെ ആക്രമിക്കാനുള്ള SFIയുടെ ഒക്കെ പല പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സംഘർഷങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. SFIയുടെ അക്രമങ്ങൾക്കെതിരെ നടുറോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഒരു സാധാരണ ഗവർണർമാരുടെ രീതിയിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെതിരെ ഈ രീതിയിൽ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ വരുമ്പോൾ അദ്ദേഹം കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് ഓരോ ചോദ്യങ്ങൾക്കും മാധ്യമപ്രവർത്തകരുടെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ട് പുറത്തിറങ്ങി നിന്ന് പ്രതികരിക്കുന്ന ഒരു ഗവർണറായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. സാധാരണ ഗവർണർമാരുടെ കൂട്ട് ഇത്തരം വിഷയങ്ങളിൽ മിണ്ടാതിരിക്കുന്ന ഒരു ശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എല്ലാ ചോദ്യങ്ങൾക്കും അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം സർക്കാരുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിൽ പോലും സർക്കാർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോലും മറുപടി പറയാത്ത സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകുമായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ പോലും ഗവർണറുടെ ഇടപെടൽ പലപ്പോഴും ഉണ്ടായി. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മലപ്പുറം വിഷയത്തിൽ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തെ സ്വർണ്ണക്കടത്തിനെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ആ വിഷയത്തിലടക്കം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഗവർണറായ തന്നെ ഇത്തരം വിഷയങ്ങൾ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി. ആ വിഷയങ്ങളിൽ വലിയ എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. അതോടൊപ്പം സർവകലാശാലകളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ 6ഓളം സർവകലാശാലകളിലെ VC നിയമനത്തിന് ഗവർണർ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയതെങ്കിലും അതുപോലെ ഗവർണർ ചോദിക്കുമ്പോൾ സർവകലാശാല പ്രതിനിധിയെ നൽകാതെ സർക്കാർ സ്വീകരിച്ച നിലപാടുകളെയൊക്കെ അദ്ദേഹം പരസ്യമായി എതിർത്തു. അതിൽ അദ്ദേഹം നിയമനാധികാരി എന്നുള്ള പദവി ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതും തുടർ നടപടികളുമായി ഒക്കെ അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി വലിയ ഏറ്റുമുട്ടലുകളിലേക്ക് പോലും ഗവർണർ പോയിട്ടുണ്ട്. ഓരോ പോരായ്മകൾ വിഷയങ്ങളിൽ വരുമ്പോൾ അതിൽ ഇപ്പോൾ ചില സമയത്തൊക്കെ പോരുകളിലൊക്കെ നമ്മളിപ്പോ ഈ കണ്ണൂർ വൈസ് ചാൻസലറുടെയൊക്കെ നിയമനവുമായി ബന്ധപ്പെട്ട് അതിന്റെ പുനർനിയമനത്തിൽ
സർക്കാരിന് തിരിച്ചടിയേറ്റത്, ഗവർണറുടെ വിജയമുണ്ടായത്, പിന്നീട് മറ്റ് പല വിഷയങ്ങളിലും SFIക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഗവർണർക്കെതിരെ അതിക്രമം അല്ലെങ്കിൽ ആക്രമണങ്ങളും ഒക്കെ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്, അതിന് അദ്ദേഹം തിരിച്ചു നൽകിയ മറുപടികൾ, പുറത്തിറങ്ങി റോഡിലിറങ്ങി സമരം അല്ലെങ്കിൽ ഒരു സമരത്തിന്റെ ഘട്ടത്തിലേക്ക് ഒരു സംസ്ഥാന ഗവർണർ പോകേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടായത്. അങ്ങനെ സംഭവബഹുലമായ ഒരു കാലയളവിന് ശേഷമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കേരളത്തിന്റെ ചുമതലയിൽ നിന്ന് ഇപ്പോൾ മാറ്റപ്പെടുന്നത് എന്നുള്ളതാണ്. എന്തായാലും അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വലിയ ഒരു കൊള്ളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ ഒരു സംഭവ വികാസങ്ങൾക്കൊക്കെ കാരണക്കാരനായ ഒരു ഗവർണർ കൂടിയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മടങ്ങുന്നത് എന്നുള്ളതാണ്. വിഷ്ണു. യെസ്, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഗൗതം കൂടി ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ഗൗതം, കേരളം, ബീഹാർ അല്ലാതെ മറ്റ് ചില സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഗവർണർമാരുടെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ പുതിയ ഗവർണർമാർ എപ്പോഴായിരിക്കും ചുമതല ഏറ്റെടുക്കുക സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുന്നുണ്ടോ? വിഷ്ണു, പുതിയ ഗവർണർമാർ എപ്പോഴാണ് ചുമതല ഏൽക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഈ രാഷ്ട്രപതി ഭവനിൽ നിന്നും വന്നിട്ടുള്ള റിലീസിലില്ല. മറിച്ച് എത്രയും വേഗം അതാത് ചുമതലകൾ ഏറ്റെടുക്കുക എന്നത് മാത്രമാണ് ഈ റിലീസിനകത്ത് എഴുതിയിട്ടുള്ളത്. അതായത് 2-3 ദിവസങ്ങൾക്കകം തന്നെ ഈ മാറ്റം വന്നിട്ടുള്ള ഗവർണർമാർ പുതിയ സംസ്ഥാനങ്ങളിലേക്ക് എത്തുകയും അവിടെ ചുമതല ഏൽക്കുകയും വേണം എന്നതാണ് ശ്രദ്ധേയം. ഇതിൽ വിഷ്ണു ചോദിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള മാറ്റമാണ്. അതിൽ ഒഡീഷ ഗവർണർ സ്ഥാനത്ത് നിന്ന് രഘുബർ ദാസിനെ മാറ്റുന്നുണ്ട്. അദ്ദേഹം ജാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ഒഡീഷയുടെ ഗവർണർ സ്ഥാനത്തേക്ക് പോയത്. ഇപ്പോൾ രഘുബർ ദാസിനെ ഒഡീഷയിൽ നിന്നും ഈ ഗവർണർ സ്ഥാനത്ത് നിന്ന് നീക്കി അവിടേക്ക് ഹരിബാബു ആണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹം നിലവിൽ മിസോറാമിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ മിസോറാമിന്റെ ഗവർണറാണ് ഡോക്ടർ ഹരിബാബു. അദ്ദേഹത്തെ ഇപ്പോൾ ഒഡീഷയുടെ ഗവർണർ സ്ഥാനത്തേക്ക് എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ഇത് അജയ് കുമാർ ബല്ല അപ്പോയിന്റഡ് ആസ് ദ ഗവർണർ ഓഫ് മണിപ്പൂർ എന്നതാണ്. നിലവിൽ മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹമാണ് നിലവിൽ മണിപ്പൂരിന്റെ ഗവർണറായി എത്തുന്നത്. മണിപ്പൂരിലെ നിലവിലെ ഗവർണർക്ക് മാറ്റം വന്നിരിക്കുന്നു. നമുക്കറിയാം നിലവിൽ മണിപ്പൂരിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നു വരുന്നുണ്ട്. അതേ തുടർന്ന് അവിടെ ഗവർണറെ മാറ്റണം എന്നത് സംബന്ധിച്ചും ഒക്കെയുള്ള വലിയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിലാകാം ഒരുപക്ഷെ അജയ് കുമാർ ബല്ലയെ പോലൊരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ഈ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന മണിപ്പൂരിലേക്ക് അയക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ഒപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബീഹാറിന്റെയും അതോടൊപ്പം തന്നെ ഈ കേരളത്തിന്റെയും ഗവർണർമാർക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. അതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം 5 വർഷം പൂർത്തീകരിച്ചതിന് ശേഷവും ഇപ്പോൾ തുടരുകയായിരുന്നു. 5 വർഷം ആയ സമയത്ത് തന്നെ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് അദ്ദേഹം ഗവർണർ സ്ഥാനം അധികാരം. യെസ്, ഗൗതവും പ്രജിത്തുമാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.